കനക്കും അർത്ഥവും സുധകണക്കേ പദനിരയും. അതാണ് നമ്മൾ ഈ 2 ദിവസമായിട്ട് കണ്ടത് അല്ലേ? കനക്കും അർത്ഥവും. ഉണ്ണായികാരുടെ കവിതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പമാണ്. കനക്കും അർത്ഥവും എത്ര എടുത്താലും തീരാത്ത അർത്ഥം, പിന്നെയും പിന്നെയും അർത്ഥത്തിൻ്റെ അടരുകൾ, അങ്ങനെ പല പല അർത്ഥങ്ങൾ. കനക്കും അർത്ഥവും. അർത്ഥം ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. സുധ കണക്കേ പദനിര, അമൃതൊഴുകും പോലെയുള്ള അമൃതനിഷ്യന്തിയായ പദപ്രവാഹം. സുധ കണക്കേ പദനിരയും അനർഗളം, തിടതടവില്ലാതെ, യമകവും അനുപ്രാസം ഉപമാദി അലങ്കാരങ്ങളൊക്കെ. അത് ശബ്ദാലങ്കാരങ്ങളും അർത്ഥാലങ്കാരങ്ങളും ഉണ്ട്. ഒക്കെ നമ്മൾ അനുഭവിച്ചു കാര്യം ഇപ്പോൾ ഈ 4 ദിവസം അല്ലേ? അനർഗളം, യമകവും അനുപ്രാസം ഉപമാദി ഇണക്കക്കലർന്ന്. ഇതൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇണക്കം വേണം, അത് ഇണങ്ങിച്ചേരണമല്ല. ഇണക്കം കലർന്ന് രമ്യം ജനിക്കും. രമ്യം രമണീയത, രമണീയമാകണം. അത് രമണീയത എന്നതാണ് ഏറ്റവും നല്ല കാവ്യഗുണം. ക്ഷണേ ക്ഷണേ എന്നവതാമുപൈതി തദേവ രൂപം രമണീയതായ. ക്ഷണേ ക്ഷണേ നവതാമുപൈതി. ഒരു ഇതിനെ കാണുമ്പോൾ അത് എത്ര തവണ കണ്ടാലും പിന്നെയും പിന്നെയും കാണും തോറും അത് പുതിയതായിട്ട് കാണും. ക്ഷണേ ക്ഷണേ നവതാമുപൈതി. പുതിയ ഇപ്പം കണ്ടല്ലോ ഇത്, കുറച്ച് മുമ്പേ കണ്ടല്ലോ ഇത്, പിന്നെ കാണുമ്പോൾ അങ്ങനെ തന്നെ. ഓരോ തവണ കാണുമ്പോഴും വീണ്ടും വീണ്ടും, ഓരോ തവണ വായിക്കുമ്പോഴും മുമ്പേ വായിച്ചതിനേക്കാൾ കൂടുതൽ അർത്ഥം തോന്നുക അല്ലേ? നേരത്തെ ഞാൻ വായിച്ചപ്പോൾ ഞാനിത് കണ്ടില്ലല്ലോ അല്ലേ? അങ്ങനെ രമണീയമാവുക അല്ലേ? നല്ല സുന്ദരമായ കാഴ്ചകൾ കാണുമ്പോൾ നമ്മളൊന്ന് നോക്കി പക്ഷെ മനസ്സ് സമ്മതിക്കുന്നില്ല, വീണ്ടും അങ്ങോട്ട് നോക്കുകയാണ് അല്ലേ? അങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത് ആണ് രമണീയത. ആ രമ്യം ജനിക്കും സാരസ്വതം. ആ രമണീയത എന്ന ഗുണത്തെ സൃഷ്ടിക്കുന്ന നല്ല സാരസ്വതം, നല്ല വാക്ക്. നിനക്കും നിന്ദൈതയ്ക്കും 2 പേർക്കും സ്വാധീനമാകും നല്ല വാക്ക്. സാരമില്ല, അതല്ല. അതിനപ്പുറം പിന്നെ പറയുന്നതാ, നിനയ്ക്കുന്നവർക്കും നിന്നെ നനയ്ക്കുന്നവർക്കും, നളനെ വിചാരിക്കുന്നവർക്കും, നളചരിതം വായിക്കുന്നവർക്കും. മനസ്സിലായില്ലേ? നല്ല വാക്സാമർഥ്യം, സരസ്വതീ വിലാസം, വാക്ക് എങ്ങനെ പ്രതിഷ്ഠിക്കണം, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വാക്ക് ഒരു സ്ഥാനത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ വാക്ക് പിന്നെ അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ആ വാക്ക് മാറ്റി വേറൊരു വാക്ക് വയ്ക്കാൻ വിചാരിച്ചാൽ സാധ്യമാകാത്ത വണ്ണം ആ വാക്കിനവിടെ ഏറ്റവും ഉചിതമായ സ്ഥാനത്ത് ഉചിതമായി പ്രയോഗിക്കുന്ന വാക്ക്, അവിടെ സരസ്വതി സ്ഥിതി ചെയ്യുന്നതാണ് സങ്കല്പം. ഒരു വാക്യ അതാണ് കാളിദാസൻ്റെ കുമാരസംഭവം വായിച്ചിട്ട് ഒരു പണ്ഡിതൻ അവിടെ ആ ഒരു വാക്കൊന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു, മാറ്റിക്കോളൂ. അപ്പോൾ അയാൾ വേറൊരു വാക്ക് വെച്ചു. ആ വാക്ക് വെച്ചപ്പോൾ അതിനടുത്ത വാക്കുമായിട്ട് യോജിക്കുന്നില്ല. പിന്നെ അതുകൂടെ അങ്ങ് മാറ്റിയില്ലേ. അപ്പോൾ ആ വരി തന്നെ ശരിയാവുന്നില്ല, അത് മാറ്റി. അപ്പോൾ അതിനടുത്ത വരി, ആ ശ്ലോകം തന്നെ മുഴുവൻ മാറ്റി. അങ്ങനെ എല്ലാ സംഘങ്ങളും മാറ്റി. അത് തൻ്റെ കുമാരസംഭവം, ഇതെൻ്റെ കുമാരസംഭവം. ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഒരു കാവ്യത്തിലെ ഒരു വാക്കിനെ അതിന് കവി കൽപ്പിക്കുന്ന സ്ഥാനം, അവിടെയാണ് അതിൻ്റെ സൗന്ദര്യം, അവിടെയാണ് സരസ്വതി. ആ സരസ്വതി പ്രസാദം നിനക്കും നിന്ദൈതയ്ക്കും പിന്നെ നനയ്ക്കുന്നവർക്കും നിന്നെ, ഈ നളചരിതം വായിക്കുന്നവർക്കും
കൂടെ ഒരു സരസ്വതി പ്രസാദം ഉണ്ടാകട്ടെ എന്ന വരത്തോടെ നമുക്ക് ഒന്നാം ദിവസം അവസാനിപ്പിക്കാം.